ഇത്രമേൽ വ്യാജ പ്രചരണങ്ങളാണ് എന്നെക്കുറിച്ച്. സംഭവം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു തെറ്റുപറ്റി. ഗുരുവായൂർ അങ്ങനെ ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്റെ മനസ്സിൽ ഇവർ ചോദിക്കുന്നത് ഹിന്ദുക്കൾ അല്ല ക്രിസ്ത്യൻസിന്റെ ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും. എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിന്റെ ആചാരമാണെന്നൊന്നും. എല്ലാവരും എന്ന് വെച്ചാല് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല, എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണും. അപ്പൊ ഞാൻ വിചാരിച്ചു നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അതുമേലാണ് ഇത്രത്തോളം വിഷയം എനിക്ക് വന്നത്. നിങ്ങൾ ഈ നിരന്തരമായി ഇതര മതസ്ഥയാണ്, നിങ്ങൾ മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ നിരന്തരമായി ഈ ആചാരങ്ങൾ ലംഘിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ആദ്യം കേക്ക് മുറിക്കുന്നതായാലും, രണ്ടാമത് മാല ചേർക്കുന്നതായാലും, മൂന്നാമത് വഴിയരികിൽ കണിയെടുക്കുന്നതായാലും ഇതെല്ലാം ആവർത്തിക്കുന്നു. ഇതെല്ലാം വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലിട്ട് ആളുകളെ കാണിക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് ഈ എതിർക്കുന്നവർ പറയുന്നത്. ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല്, എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എന്റെ മതസ്ഥരെന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ്. ഇവരെല്ലാരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ? എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാ. 2016 തൊട്ടിട്ട് എന്നെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ജസ്ന സലീം എന്ന് എന്റെ ഡീറ്റെയിൽ മുഴുവൻ കിട്ടും. അതെന്താ പബ്ലിസിറ്റി അല്ലേ? അപ്പൊ ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എന്റെ മതസ്ഥരടുത്ത് തന്നെ പറയുന്നൊരു, നമ്മൾ പറയാതെ പറയൂന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു ഞാൻ അതിനെ കണ്ടത്. അല്ലാതെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടാനാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതൊരു പബ്ലിസിറ്റി അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പബ്ലിസിറ്റികളുണ്ട്. പക്ഷെ ഞാൻ ഇത്ര മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. ഞാൻ കണ്ണനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് സമൂഹം അറിയണം. എന്നെക്കുറിച്ച് ഇത്രയും കാലം പുറം ലോകം അറിഞ്ഞത് ഇതേ വീഡിയോസിലൂടെയാ. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിട്ടാണ് ഇതേ വീഡിയോസിൽ കൂടെ കണ്ണന്റെ പേരിൽ തന്നെയാണ് ഞാൻ പുറം ലോകം അറിയപ്പെട്ടത്. അതേ കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാനത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ ഇപ്പെന്ന് വെച്ചാല് മുസ്ലിം മതസ്ഥരെന്നില്ല, ഹൈന്ദവരെന്നില്ല, രണ്ടുപേരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നെ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം. പിന്നീട് സത്യം പറയാലോ, ഈ BJPക്കാരും RSSകാരും തന്നെ അതിൽ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. കുറെ BJPയിലും RSSലും ഒക്കെ ഉള്ള ആൾക്കാര് നിരന്തരം എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വിഷുക്കണി ഒരുക്കിയത് ആരോ കണി ഒരുക്കി, അതെന്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ശശികല ടീച്ചർ ഇട്ട്. അപ്പൊ ഞാൻ ശശികല ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഞാനൊന്നല്ല കണി ഒരുക്കിയത്, ആരോ കണി ഒരുക്കിയെടുത്ത് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളൂ, കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന്. അപ്പൊ ചിലർ ചോദിക്കും, ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി എന്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പോ അവര് കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട് ഇവര് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്.